ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. എക്സോഡസ് മീഡിയ മിനിസ്ട്രീസിലൂടെ കർത്താവിന്റെ നാമത്തെ ഒരു പ്രാവശ്യം കൂടെ ഉയർത്തുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന് അവസരം തന്ന പ്രിയ ബാബു പാസ്റ്ററോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരു പാട്ട് പാടിയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ ദൈവവചനം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നത് പോലെ കാര്യങ്ങൾ ഹല്ലേലൂയ ഇന്നത്തെ വചനമെല്ലാം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ച് ആമേൻ, കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ? ഭാരം ദുഃഖമേറിയപ്പോൾ മാനം നൊന്തു കലങ്ങിയപ്പോൾ, ഭാരം ദുഃഖമേറിയപ്പോൾ മാനം നൊന്തു കലങ്ങിയപ്പോൾ ചാരയണച്ചു ആശ്വാസം നൽകി, ചാരയണച്ചു ആശ്വാസം നൽകി. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേ കിടാതിരുന്നിടുമോ? പരിശുദ്ധ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അപ്പൻ നടത്തിയ വിധങ്ങൾ ഓർത്താൽ ഹല്ലേലൂയ നന്ദി പറയാതിരിക്കുവാൻ ഒരിക്കലും കഴിയില്ല. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ ഫേസ്ബുക്കിലൂടെ കർത്താവേ അങ്ങയുടെ വചനം പറയുവാൻ ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല കൃപകൾക്കായി അപ്പ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനം കർത്താവേ ഓരോ മക്കളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. പരിശുദ്ധാത്മാവ് തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണമേ. അപ്പന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താപ്പച്ച നെറ്റ്വർക്കിന്റെ ഒന്നും ഒരു പ്രോബ്ലം വരാതെ വേണം കർത്താവേ. യാതൊരു സൗണ്ട് സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം വരാതെ കർത്താവിന്റെ വചനം പറയുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ഇനി ജോയിൻ ചെയ്യാനുള്ളവരെ ഏൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കായി സ്തോത്രം. എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കണം. കരങ്ങളിലേറെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ആയിത്തീരുവാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന ദൈവം എന്നുള്ളതാണ്. പ്രിയ മക്കളെ, അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയുന്നത് അതേപടി അനുസരിക്കുകയാണെങ്കിൽ ദൈവ പ്രവൃത്തി ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അതിനാസ്പദമായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായമാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശുവപ്പന്റെ കൂടെ ഹല്ലേലൂയ ഞാനത് വായിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അതായത് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കെ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ അപ്പൻ എവിടെ പോയാലും പുരുഷാരൻ തിക്കി തിരക്കിക്കൊണ്ട്
പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കുവാനാണ് ഹല്ലേലൂയ അപ്പന്റെ പിറകെ ഹല്ലേലൂയ ഓരോരുത്തരും കയറി ചെല്ലുന്നത്. ഓരോരുത്തരും അതായത് ഹല്ലേലൂയ ദൈവവചനം കേൾക്കുകയും ചെയ്യണം, അവർക്ക് വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ പല വിധത്തിൽ അവരുടെ വിഷയത്തിന് മറുപടി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ കർത്താവിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ അടുക്കലൂടെ പുരുഷാരങ്ങളെല്ലാം കടന്നു വരുമ്പോൾ അവിടെ നോക്കൂ, ഹെന്നസരേ തടാകത്തിന്റെ അരികിൽ ഹല്ലേലൂയ 2 പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് യേശു അപ്പൻ കാണുകയാണ്. അവയിൽ നിന്ന് മീൻപിടുക്കാർ ഹല്ലേലൂയ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഹല്ലേലൂയ നോക്കൂ, ആ പടകിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയ മക്കളെ, നമ്മുടെ യേശുപ്പൻ ഇന്നെന്താണ് ഹല്ലേലൂയ ശിമോനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആരെങ്കിലും അപേക്ഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് നമ്മുടെ യേശുപ്പന് അപേക്ഷിക്കേണ്ടതായ ഒരു കാര്യമില്ല, അപ്പന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ ആ പടകൊന്ന് നീങ്ങണമെന്ന് പറഞ്ഞാൽ നീങ്ങും. പക്ഷെ ഇവിടെ ഹല്ലേലൂയ അപ്പന്റെ ഹല്ലേലൂയ ആ ഒരു വാക്ക് നോക്കൂ, ആ ശിമോനോട് പറയാണ് പടക് അല്പമൊന്ന് നീക്കണം. ഹല്ലേലൂയ നോക്കൂ, ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാനിട്ട് ഇരുന്നിട്ടാണ് ഹല്ലേലൂയ ആ വല മുഴുവൻ കഴുകുന്നതായ ശിമോനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ശിമോനോട് പറയുകയാണ് നീ പടക് അല്പം നീക്കുക. പ്രിയ മക്കളെ, അത് കേട്ടനുസരിക്കുന്നതായ ഒരു ശിമോനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, അന്നേരം നോക്കൂ, അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ആ അല്പം നീക്കിയതിനു ശേഷമാണ് പുരുഷാരത്തോട് ദൈവവചനങ്ങൾ ഉപദേശിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നോക്കൂ, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മൾ ഹല്ലേലൂയ ശിമോൻ പത്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം, ആ കരയും ഹല്ലേലൂയ കടലും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ശിമോൻ, അതായത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന് വല കഴുകിക്കൊണ്ടിരുന്ന ശിമോനോടാ പറയുന്നത് ഇവിടെ ആഴത്തിലേക്ക് നീ ഒന്ന് വലയിറക്ക. പ്രിയ മക്കളെ, ആഴത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ചെല്ലുമ്പോഴാ അവിടെ ദൈവമഹത്വം കാണുവാൻ ഇടയാകുന്നത്. ഇന്ന് ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ആരും ഒരുക്കത്തോടെ ഇരിക്കുന്നില്ല. കരയിൽ നിന്ന് എന്താ കിട്ടുന്നത് അത് മതിയെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാ. പക്ഷെ യേശുപ്പന്റെ വാക്ക് കേട്ടപ്പോൾ ശിമോൻ എന്താണ് ആഴത്തിലേക്ക് വലയിറക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അന്നേരമാണ് പറഞ്ഞത്, നാഥാ ഹല്ലേലൂയ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നോക്കൂ, ശിമോൻ യേശുപ്പൻ പറഞ്ഞത് അനുസരിക്കുകയാണ്. പ്രിയ മക്കളെ, ഇന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, ഈ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഈ കരയിലേക്ക് വെള്ളത്തിലെ എല്ലാ കാര്യവും അറിയാവുന്ന ശിമോനോട് ഇന്ന് നമ്മളോട് ആരോടെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എത്രമാത്രമാണ് നമ്മൾ അനുസരിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ശിമോനോട് പറഞ്ഞപ്പോൾ പറയുകയാണ് എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അവിടെ എങ്കിലും ഹല്ലേലൂയ യേശുപ്പൻ പറഞ്ഞപ്പോൾ ആ വാക്കിന് വലയിറക്കാമെന്ന് ഹല്ലേലൂയ ചെയ്യുവാൻ അവൻ തയ്യാറായപ്പോൾ എന്താണ് കിട്ടിയത്? അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടമാണ് കിട്ടിയത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അവന് കിട്ടിയിട്ടില്ലാത്ത വിധത്തിലാണ് പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ. യേശുപ്പന്റെ വാക്കിന് ഹല്ലേലൂയ നമ്മളൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങ. യേശുപ്പൻ നമുക്ക് തന്ന താലന്ത് നമ്മളൊന്ന് ഉപയോഗിക്കാം. അപ്പാ എനിക്കിത് മതി, ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തത്. ഹല്ലേലൂയ അവൻ പറഞ്ഞ വാക്ക് നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. രാത്രി മുഴുവനും അധ്വാനിച്ചു, അവൻ വളരെ ക്ഷീണിതനാണ്, എങ്കിലും യേശുപ്പൻ പറഞ്ഞത് അവൻ അനുസരിക്കുകയാണ്. ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ നോക്കൂ, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. ഹല്ലേലൂയ നമുക്ക് മാത്രമല്ല പ്രിയ മക്കളെ, ഹല്ലേലൂയ സുവിശേഷം കേട്ട് ദൈവവചനം കേട്ട് സംതൃപ്തിയായി ഇരിപ്പാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം പോയി മറ്റുള്ളവരോട് സുവിശേഷം പറയണം. ഹല്ലേലൂയ അതാണ് ശിഷ്യന്മാരെയും കർത്താപ്പച്ചൻ ഏൽപ്പിച്ചത്. നിങ്ങൾ പോയി മറ്റുള്ളവരോട് അല്ലെങ്കിൽ സുവിശേഷം അറിയിപ്പീൻ, അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ അവന് ഒരിക്കലും കിട്ടാത്ത വിധത്തില് ഹല്ലേലൂയ വല കീറാറാകുവോളം മറ്റുള്ളവരെ കൂടി മാടി
വിളിക്കത്തക്കവണ്ണം ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ അവൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, നമ്മൾ ഈ നാളുകളിൽ അടങ്ങിയിരിക്കുവാനുള്ളവരല്ല. ഹല്ലേലൂയ. യേശുപ്പന്റെ വാക്ക് കേട്ടിട്ട് വീട്ടിൽ കുത്തിയിരിക്കുവാനുള്ളവരല്ല. ഇറങ്ങിത്തിരിക്കണം. കർത്താവപ്പച്ചൻ നമ്മളിലേക്ക് പകർന്നു തന്ന ആ ദൈവസത്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, പെരുത്ത മീൻകൂട്ടം കയറിയപ്പോൾ അവൻ മറ്റുള്ളവരെ കൂടി മാടി വിളിക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി നമ്മൾ പ്രയോജനമുള്ളവരായി തീരണം. ഒരു സൗഖ്യം ലഭിച്ചുവെങ്കിൽ, ഒരു വിടുതൽ ലഭിച്ചുവെങ്കിൽ അത് മതിയെന്ന് പറഞ്ഞിരിക്കുവാനല്ല, ആ സൗഖ്യദായകനായ യേശുവിനെ ഉയർത്തുവാൻ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നോക്കൂ, 7-ാം വാക്യത്തിൽ പറയാ, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാറി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ഹല്ലേലൂയ. നോക്കൂ, ഒരു പടക് മാത്രമല്ല പ്രിയ മക്കളെ, മറ്റേ പടകുകളുടെ ഹല്ലേലൂയ മുങ്ങത്തക്കവണ്ണമാണ് അവർക്ക് ഹല്ലേലൂയ ആ മീനിനെ കിട്ടുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ അപ്പൻ അനുഗ്രഹിച്ചാൽ അതുപോലെയാ. നമ്മുടെ ഹല്ലേലൂയ ഒരു പരിധി നമുക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ, ഇതൊക്കെ ആകത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾക്കങ്ങ് വിലയിടുന്നത്. ഹല്ലേലൂയ. യേശുപ്പന്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാൻ, അവിടെ ദൈവിക വിടുതല് അനുഗ്രഹം ലഭിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. എന്നിട്ട് നോക്കൂ, 8-ാം വാക്യത്തിൽ ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു മനസാന്തരം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. യേശുവിനുള്ള ആ സാന്നിധ്യം അവൻ മനസ്സിലാക്കിയപ്പോൾ, ഇത് യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ അപ്പന്റെ സന്നിധി ഹല്ലേലൂയ കാൽക്കൽ വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നോക്കൂ, കർത്താവപ്പച്ചൻ പറയുന്നത് ഹല്ലേലൂയ അനുസരിച്ചാൽ, ഹല്ലേലൂയ ക്ഷമയോടെ കാത്തിരുന്നാൽ പ്രിയ മക്കളെ, യേശുവിന്റെ സന്നിധിയിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ കാൽക്കൽ വീഴുവാൻ ഇടയായി തീർന്നു. നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോഴാ ശിമോൻ പത്രോസിന് മനസ്സിലായത് ഇത് യേശുവായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. നാളുകളായിട്ട് അവന്റെ ജോലി മീൻ പിടിക്കുന്നതാ, പക്ഷെ ഇതുപോലൊരു മീൻപിടുത്തം അവന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പ്രിയ മക്കളെ, ഇതുപോലെയാ നമ്മുടെ അപ്പൻ അനുഗ്രഹിച്ചാൽ നമുക്ക് ഹല്ലേലൂയ ഒരിക്കലും പറഞ്ഞു തീരാത്തതുപോലെയാ അപ്പൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ അങ്ങ് സമർപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. എന്നിട്ട് നോക്കൂ, 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ശിമാന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. നോക്കൂ, യേശുപ്പന്റെ സന്നിധി വന്ന് ആ അനുഭവം, ആ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ യേശുപ്പന്റെ ഹല്ലേലൂയ അനുയായിയായി തീരുവാൻ, ഹല്ലേലൂയ ഇനിയും കർത്താവപ്പച്ചന് വേണ്ടി ജീവിപ്പാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനേക സന്ദർഭങ്ങളിൽ ഇതുപോലെ യേശുപ്പൻ എത്ര സന്തോഷം, സമാധാനം, സ്വസ്ഥത, അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നതാ. പക്ഷേ നമ്മൾ അതൊക്കെ മറന്നുപോയില്ലേ? ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അത് ലഭിച്ചപ്പോൾ ശിമോന് ഹല്ലേലൂയ ഒരിക്കലും കിട്ടാത്ത ആ മീൻപിടുത്തത്തിൽ നിന്ന് മീൻ ഹല്ലേലൂയ ലഭിച്ചപ്പോൾ യേശുപ്പനെ അവൻ അറിയുവാനിടയായി തീർന്നു. പിന്നെ അവൻ മീൻ പിടിക്കുവാനല്ല പോയെ, മനുഷ്യരെ ക്രിസ്തുവിങ്കിലേക്ക് ഹല്ലേലൂയ കൊള്ളാകുന്നവരാക്കുവാൻ, യേശുവിന്റെ മക്കളാക്കി എടുക്കുവാൻ അവൻ പിന്നെ പോകുകയാണ് ഇടയായി തന്നെ. അനുഗ്രഹിക്കുന്ന അപ്പനാ നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന അപ്പൻ. വാക്ക് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവപ്രവൃത്തി കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 5-ാം വാക്യം പറയുന്നുണ്ട്, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇതും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹല്ലേലൂയ വചനം തന്നെയാണ്. ഹല്ലേലൂയ. നോക്കൂ, അതായത് കാനാവിലെ കല്യാണത്തിന്റെ ഹല്ലേലൂയ നമുക്കറിയാം. ഒരു കല്യാണത്തിന് ഹല്ലേലൂയ അന്നത്തെ കല്യാണത്തിനൊക്കെ വീഞ്ഞാണ് മുഖ്യമായിട്ട് വേണ്ടുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വീഞ്ഞു തീർന്നു പോയതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഒന്നാം വാക്യത്തിൽ മുതൽ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഹല്ലേലൂയ. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ നോക്കൂ, യേശുവിന്റെ അമ്മ ചെന്ന് യേശുവിനോടാ പറയുന്നത് ഇവിടെ വീഞ്ഞില്ല. നോക്കൂ, മുഖ്യമായ ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, വീഞ്ഞ് തീർന്നു പോയി. അത് യേശുവിന്റെ അമ്മ. ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസിന്റെ ഒക്കെ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, യേശുവിന്റെ അമ്മ പലതും ഹൃദയങ്ങളിൽ സംഗ്രഹിച്ചു വെക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. യേശുവിന്റെ അമ്മയ്ക്ക് അറിയാം യേശുവിനോട് ഹല്ലേലൂയ ഈ കാര്യം പറഞ്ഞാൽ ഈ വിഷയത്തിന് പരിഹാരമായി തീരുമെന്ന്. എന്നിട്ട് യേശുവിന്റെ അമ്മ യേശുവിനോടും പറഞ്ഞു, ശുശ്രൂഷക്കാരോടും പറഞ്ഞു, ഇവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവിൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശു അപ്പന്റെ സന്നിധിയിൽ നമ്മൾക്ക് ഹല്ലേലൂയ അപ്പൻ പറയുന്നത് അനുസരിച്ചാൽ അവിടെ വിടുതല. അതുകൊണ്ട് ആ മാതാവ് ചെന്ന് ശുശ്രൂഷക്കാരോടും പറഞ്ഞത് ഹല്ലേലൂയ, നോക്കൂ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഹല്ലേലൂയ. അവരത് പറഞ്ഞതുപോലെ തന്നെ യേശു പിന്നെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, 6 കൽപാത്രം എടുത്ത് അതിനകത്ത് ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. ഹല്ലേലൂയ. നോക്കൂ, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ കൽപാത്രം വെളിയിൽ തള്ളിയിട്ടേക്കുന്ന ആർക്കും വേണ്ട. ഹല്ലേലൂയ. അത് വരുന്നവർക്കൊക്കെ വെള്ളം ഹല്ലേലൂയ കഴുകി, അതായത് കാല് കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന, അതിൽ വെള്ളം നിറച്ചു വെക്കാറുള്ളതാ. പക്ഷേ ഇവിടെ പറയുകയാണ്, ആ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. പ്രിയ മക്കളെ, നമ്മളെ തള്ളിക്കളഞ്ഞ അവസ്ഥ, ഹല്ലേലൂയ, ആർക്കും വേണ്ടാതെ നമ്മളെ തള്ളിക്കളഞ്ഞില്ലേ, നമ്മളോട് മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? ഹല്ലേലൂയ. അവിടുന്ന് നമ്മെ എടുത്തുപയോഗിക്കുന്ന നല്ലൊരപ്പനാണ് നമ്മളോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ആ 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ വക്കോളം നിറച്ചതായിട്ട് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അവർ മറ്റൊരു ചോദ്യത്തിന് പോയില്ല. ഇനി എന്തിനാണ് ഇതിനകത്ത് ഞങ്ങൾ വെള്ളം നിറയ്ക്കുന്നത്, വേറെ ജോലിയില്ലേന്നൊന്നും പറയാൻ അവർ പോയില്ല. അവര് പറഞ്ഞത് അതേപോലെ അനുസരിച്ചു. ഹല്ലേലൂയ. നോക്കൂ, ലോകത്തിന്റെ കലവറ തീർന്നു പോയപ്പോൾ പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കലവറ തുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ശൂന്യമായ അവസ്ഥകൾ കടന്നു വരുമ്പോൾ യേശു അപ്പച്ചൻ നമ്മളെ നിറയ്ക്കുന്ന ഒരു ദിനമുണ്ട്. പ്രിയ മക്കളെ, ഇന്ന് ഭജനം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ശൂന്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ യേശു അപ്പന്റെ സന്നിധിയിലേക്ക് ചെല്ല്. നമ്മെ നിറയ്ക്കുന്ന നല്ലൊരു പിതാവ്. ഹല്ലേലൂയ. നോക്കൂ, ശുശ്രൂഷക്കാർ കർത്താപ്പച്ച പറഞ്ഞത് അതേപോലെ അനുസരിക്കുവാൻ ഇടയായിത്തീർന്നു. അവർ വക്കോളവും നിറച്ചു. ഹല്ലേലൂയ. യേശുവപ്പൻ പിന്നെ പറയാണ്, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ. ഹല്ലേലൂയ. അവിടെ ഒന്നും ചെയ്തതായിട്ട് അറിയില്ല. ആ വെള്ളം കോരിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് നമ്മൾ ഹല്ലേലൂയ ഈ കോരി വെച്ച വെള്ളം ഇനി കൊണ്ട് കൊടുക്കുവാൻ പറഞ്ഞു. ഇവർക്ക് എന്ത് നടന്നു എന്നും അറിയത്തില്ല. പക്ഷേ അവിടെ അത്ഭുതം നടന്നത് നമുക്ക് കാണാൻ. നമ്മുടെ യേശുവപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. ആ ഭവനത്തിലൊന്നും ഉണ്ടായാൽ മതി. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ യേശുവപ്പൻ ഒന്ന് വന്നാൽ മതി. പ്രിയ മക്കളെ, അവിടെ ദൈവിക വിടുതല നടക്കുന്നത്. നമ്മുടെ ഭവനത്തിന്റെ ശൂന്യ അവസ്ഥകളെല്ലാം മാറ്റിത്തരുന്ന നല്ലൊരു പിതാവാ നമ്മോട് കൂടെ ഉള്ളത്. പലപ്പോഴും നമ്മളാ പറയുന്നത്, അപ്പാ എന്റെ ഭവനത്തിൽ ഒന്നുമില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ നമ്മുടെ ഭവനത്തിലേക്ക് യേശുവപ്പൻ ഒരു സ്ഥാനം കൊടുക്കാമോ? നോക്കൂ, അന്ന് ഹല്ലേലൂയ കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ യേശുവിന്റെ അമ്മ അവിടെ ചെന്ന് യേശുവിനോട് പറഞ്ഞ് കാര്യങ്ങൾ നടന്നപ്പോഴാ അവിടെയുള്ളവർക്ക് പിന്നെ യേശുവിനെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്ന്. ഇന്നും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിനെ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഭവനത്തിലുള്ള യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരുന്ന കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പ്രിയ മക്കളെ, നമ്മെ കാണുന്ന അപ്പൻ, നമ്മുടെ അവസ്ഥകൾ മാറ്റം തരുന്ന അപ്പൻ, നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരുന്ന അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നോക്കൂ, അതിന്റെ 9ാം വാക്യത്തില്, അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം
വിരുന്നുവാരി രുചിച്ചു നോക്കിയാറെ ഹല്ലേലൂയ മണവാളനെ വിളിച്ചു. ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മുടെ അപ്പച്ചൻ അത്രമാത്രം രുചിയേറിയതാ നമുക്ക് തരുന്നത്. ഒരിക്കലും ഹല്ലേലൂയ ലഭിച്ചിട്ടില്ലാത്ത വിധത്തിലാ നമ്മെ ആ ദൈവം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ മുമ്പേ പറഞ്ഞതുപോലെ പത്രോസിന്റെ ഹല്ലേലൂയ പടക് നിറച്ചു കൊടുത്തുവെങ്കിൽ നമ്മുടെ ശൂന്യത മാറ്റിത്തരുവാനും നമ്മുടെ അപ്പൻ ശക്തനാണ്. ഹല്ലേലൂയ ഇതുവരെ ഹല്ലേലൂയ അതുവരെ രുചിച്ചു നോക്കിയിട്ടില്ലാത്ത വിധത്തില് അത്രമാത്രം രുചിയോട് കൂടിയുള്ള വീഞ്ഞാണ് അവിടെ കിട്ടുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ എന്നിട്ട് 10ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിച്ചാൽ നല്ലവണ്ണം അനുഗ്രഹിക്കുന്ന അപ്പനാ. പക്ഷെ നാം ഒരു കാര്യം ചെയ്യണം, യേശുപ്പനെ നമ്മുടെ ഭവനത്തിലേക്ക് ഒന്ന് ക്ഷണിക്കണം. നമ്മുടെ അപ്പച്ചന് നമ്മുടെ ഭവനത്തിൽ ഒന്ന് സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ ആ ഒരു ശൂന്യാവസ്ഥ മതിയായിരുന്നു. ഹല്ലേലൂയ അവരുടെ ഭവനത്തിന്റെ സ്ഥിതികൾക്കൊക്കെ ഹല്ലേലൂയ എപ്പോഴും എല്ലാരും പറഞ്ഞേനെ, അന്ന് നോക്കൂ വീഞ്ഞ് തീർന്നു പോയതാ, എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഹല്ലേലൂയ ആ ഹല്ലേലൂയ വീഞ്ഞാണ് തീർന്നു പോയെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ലജ്ജിക്കേണ്ട അവസ്ഥകള് മറ്റുള്ളവർ ഹല്ലേലൂയ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പക്ഷേ ശൂന്യാവസ്ഥ മനസ്സിലാക്കിയ നല്ലൊരു മറിയ അവിടെ ഉണ്ടായിരുന്നു. മറിയ ചെന്ന് യേശുവിനോട് തന്നെ ചെന്ന് പറഞ്ഞു. പറയേണ്ടവന്റെ സന്നിധി ചെന്ന് ഹല്ലേലൂയ ആവശ്യങ്ങൾ പറയുമ്പോൾ അവിടെ ദൈവിക വിടുതൽ കാണുവാൻ ഇടയായി തീരും. പ്രിയ മക്കളെ, അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ കാണുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ നമ്മുടെ ശൂന്യാവസ്ഥകൾ അറിയുന്ന കർത്താവാ. മനുഷ്യരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞാല് അവര് പറയോ എനിക്ക് പോക്കത്തില്ല, എന്റെ കയ്യിലില്ലാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഹല്ലേലൂയ മാറ്റി നിർത്തും. അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം തരാത്ത വിധത്തിലായിരിക്കും അവരുടെ ആൻസർ. പക്ഷേ യേശു അപ്പന്റെ പാദപീഠത്തിൽ ചെന്ന് അപ്പ എന്റെ കുറവിത എനിക്ക് ഇന്നത് ആവശ്യമാണെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മുടെ ശൂന്യതകൾ മനസ്സിലാക്കി നമ്മുടെ ആവശ്യം മനസ്സിലാക്കി നമ്മെ സഹായിക്കുന്ന നല്ലൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ വീണ്ടും നമുക്ക് വേറൊരു ഭാഗത്തിലേക്ക് കടന്നു പോകാം. പ്രിയ മക്കളെ, അനുസരിക്കുന്ന ഹല്ലേലൂയ അതായത് അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന ദൈവമാ നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ കണ്ണോടിച്ചു നോക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൾ അവനെ വിട്ടുചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഹല്ലേലൂയ നോക്കൂ, അനുസരിക്കുന്ന മക്കളെ കാണുവാൻ ഇടയാകുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായം ആദ്യം മുതലുള്ള വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഹല്ലേലൂയ നോക്കൂ, ഒരു സ്ത്രീ ചെന്ന് എലീശയോട് ചെന്ന് പറയാ. ഹല്ലേലൂയ അതും ദൈവഭക്തിയായ സ്ത്രീയാണ്, അതായത് ദൈവദാസന്റെ ഹല്ലേലൂയ ഭാര്യയാണല്ലോ. ഹല്ലേലൂയ അവൾക്ക് നന്നായിട്ട് എലീശയെ കുറിച്ച് അറിയാം. അതുകൊണ്ട് അവൾ ചെന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ഹല്ലേലൂയ പറയുന്നത്, നിനക്കറിയാമല്ലോ എന്റെ ദാസൻ ദൈവഭക്തനായിരുന്നു എന്ന്. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഇന്ന് വചനം കേൾക്കുന്നവർ എത്ര പേരാണ് ഇതുപോലെ ഹല്ലേലൂയ നമ്മുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ എന്നിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, അന്ന് ഹല്ലേലൂയ ദൈവദാസൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് നിന്ന ദൈവദാസനായിരിക്കും. വേണ്ടപോലെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ കൊടുത്ത് കിട്ടുന്നതെല്ലാം ദൈവം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിയുന്ന ഒരു ദൈവദാസനായിരിക്കാം. അതുകൊണ്ടാണ് കടക്കാരൻ തന്റെ വീട്ടിൽ കടന്നു വരുവാൻ ഇടയായത്. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഇവിടെ നോക്കൂ, കടക്കാരൻ കടന്നു വന്ന് തന്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോകുന്നുവെന്ന് ആ എലീശയുടെ അടുക്കൽ ചെന്ന് പറയുന്ന ഹല്ലേലൂയ ആ സ്ത്രീയെ കാണുമ്പോൾ പ്രിയ മക്കളെ ഇവിടെ നോക്കൂ. ഹല്ലേലൂയ എലീശ അവളോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തില് നമ്മുടെ അപ്പന് നമ്മളോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് വേണ്ടി ചെയ്യണം? പക്ഷേ നമ്മൾ ഉള്ള അവസ്ഥകൾ പറയുകയാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ നോക്കൂ, ഇവിടെ പറയുക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു.
ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. പ്രിയ മക്കളെ, ഉള്ളതുപോലെ പറയുന്ന നല്ലൊരു സ്ത്രീയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. പ്രിയ മക്കളെ, ഉള്ള അവസ്ഥ യേശുവപ്പന്റെ സന്നിധിയിൽ വെക്കുമ്പോൾ അവിടെ ദൈവിക വിടുതൽ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് നോക്കൂ. ഹല്ലേലൂയ. വെറും പാത്രങ്ങൾ വാങ്ങാൻ പോകണമെങ്കിൽ, അതായത് അയൽവാസികളെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ അവിടെ ചെന്നാൽ ഹല്ലേലൂയ അവര് തരുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഹല്ലേലൂയ അയൽവാസികളോടെ നമ്മളൊന്ന് സംസാരിച്ചിട്ട് എത്ര നാളുകളായി? ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രിയ മക്കളെ പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ അടുക്കൽ ചെന്നാൽ അവർ തരുവാൻ ഹല്ലേലൂയ ഒരുക്കമാണോ? നമ്മുടെ ഭവനത്തിൽ ശൂന്യതയാ, എല്ലാം ഒഴിഞ്ഞിരിക്കുക. പക്ഷെ നീ പോയി ഹല്ലേലൂയ അയൽക്കാരോടും പോയി വെറും പാത്രങ്ങൾ വാങ്ങണം. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ശൂന്യതകൾ കടന്നു വരുമ്പോഴും നാം മറ്റുള്ളവരോടും കർത്താവ് പിടിച്ചതിനെ കുറിച്ച് പറയുവാൻ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. അവൾ പോകുക, എന്റെ ഭവനത്തിൽ ശൂന്യത, അവരുടെ ഭവനത്തിൽ ചെന്നും വെറും പാത്രങ്ങൾ വാങ്ങുവാൻ അവൾ ഒരുക്കത്തോടെ ഹല്ലേലൂയ അവൾ ചെന്ന് വാങ്ങിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, പാത്രങ്ങൾ കുറവായിരിക്കരുത്. നീ പറയേണ്ടവരോടൊക്കെ സുവിശേഷം പറ. നീ ഹല്ലേലൂയ നിനക്ക് ലഭിച്ച നന്മ, നിനക്ക് ഹല്ലേലൂയ ലഭിച്ച ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിച്ചോ, നിന്റെ ഭവനത്തിൽ ഒരു ഭരണി എണ്ണ മതി, അത് മതി, നിനക്കുള്ളത് മതി. നീ അത് കൊടുക്കുവാൻ തയ്യാറാണോ? യേശുവപ്പന്റെ സന്നിധി അത് പറയുവാൻ തയ്യാറാണോ? മറച്ചു വയ്ക്കാതെ ഹല്ലേലൂയ അത് പറയുവാൻ തയ്യാറാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നീ അയൽക്കാരോടൊക്കെ കർത്താവിന്റെ വചനം പറയണം. പ്രിയ മക്കളെ, യേശുവപ്പന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചത് ഹല്ലേലൂയ. നോക്കൂ, ആദ്യ കാലങ്ങളിൽ ഇവള് ദേവദാസന്റെ ഭാര്യയാണ്. ഇവള് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അയൽവക്കക്കാരോട് അടുക്കൽ ചെന്നപ്പോഴും അവൾക്ക് ചോദിച്ചപ്പോഴേ കൊടുക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ, പിന്നെ നീയും നിന്റെ മക്കളും അയർത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലേക്കേയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. നോക്കൂ, ഒരു നിറവിന്റെ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ അവളെ കൊണ്ടെത്തിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. പ്രിയ മക്കളെ, വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നോക്കൂ, അവൾ ഹല്ലേലൂയ പറഞ്ഞത് അതേപോലെ കേട്ട് അവളുടെ മക്കളും അതേപോലെ കേട്ടനുസരിക്കുന്ന. ഇന്ന് മാതാപിതാക്കളോട് ഒത്തൊരുമിച്ച് എത്ര മക്കളാണ് കൂടെ നിൽക്കുന്നത്? ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്ര മക്കളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? ഇന്ന് ചർച്ചയിൽ പോകാൻ എത്ര മക്കളാണ് കൂടെ വരുന്നത്? ഹല്ലേലൂയ. ഒരു കാര്യം ഹല്ലേലൂയ ഒന്ന് നോക്കുക. ഇവിടെ നോക്കൂ, അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം പറയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ വചനം കേൾക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കുക. വല്ലാത്ത ലോകത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുമ്പോൾ പ്രിയ മക്കളെ, ഒരു കാര്യം ഓർക്കണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ, ഐക്യതയോട് നിന്നെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, അവൾ പകർന്നു കൊടുക്കുക, പാത്രങ്ങളെ വെച്ചു കൊടുക്കുന്ന മക്കൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ആവർത്തന പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ദൈവവചനം പകർന്നു കൊടുക്കുമ്പോൾ നിറഞ്ഞത് മാറ്റിവെക്കുവാൻ ഇടയാകുന്ന വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയ മക്കളെ, ദൈവത്തിന്റെ വചനം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുവാനല്ല, നമ്മൾ ഒഴിവും പറഞ്ഞു നിൽക്കുവാനല്ല, നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, വന്നിട്ട് 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഹല്ലേലൂയ നിറവിനെ കാണിക്കുന്ന പ്രിയ മക്കളെ, നിറവിന്റെ അനുഭവത്തിലൂടെ ഹല്ലേലൂയ പകർന്നത് മാറ്റിവെക്കുമ്പോൾ ദൈവം വീണ്ടും തരുവാൻ ശക്തനാ. പക്ഷേ ഇവിടെ പാത്രം തീർന്നുപോയി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു കുറവും ഉണ്ടാകുവാൻ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ മക്കളെ, നിറവിന്റെ അനുഭവത്തിലൂടെ കടത്തിവിടുവാനാ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? ഹല്ലേലൂയ. ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ ഭവനത്തിൽ ഒന്നുമില്ല. കടക്കാരൻ എന്റെ കുഞ്ഞുങ്ങളെ പിടിക്കുവാൻ വന്നിരിക്കുക. പ്രിയ മക്കളെ, നമ്മുടെ ആവശ്യഭാരങ്ങള് യേശുവപ്പന്റെ സന്നിധി വെക്കുമ്പോൾ അവിടെ ദൈവിക വിടുതൽ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ
സമർപ്പിക്കാം. എന്നിട്ട് നോക്കൂ, ഇവള് ഹല്ലേലൂയ അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവൾ ഹല്ലേലൂയ അതുകൊണ്ട് പിന്നെ വീട്ടിലിരിക്കുവാനല്ല അവൾ വിചാരിച്ചത്. 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുതയെ അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇന്ന് നോക്കൂ, ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നും നമ്മളോട് പറയുന്നുണ്ട്. അതിന്റെ ദൈവിക വിടുതലും അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ വിടുതൽ കിട്ടുമ്പോൾ എത്ര പേരാണ് ദൈവസന്നിധി വരുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞവരോട് എന്റെ ഈ വിഷയത്തിന് എനിക്ക് മറുപടി കിട്ടിയെന്ന് പറയുന്നത്? ഇവിടെ നോക്കൂ, ഇവൾ ഹല്ലേലൂയ പാത്രമെല്ലാം നിറഞ്ഞു, ഹല്ലേലൂയ എന്റെ പാത്രങ്ങളെല്ലാം തീർന്നെന്നറിഞ്ഞപ്പോൾ അവൾ ഉടനെ പോയത് എലീശയുടെ അടുക്കലേക്കാണ്. പ്രിയ മക്കളെ, നമുക്കൊരു അനുഭവം കിട്ടിയെങ്കിൽ, ഒരു വിടുതൽ കിട്ടിയെങ്കിൽ അതിന് ഹല്ലേലൂയ നന്ദി പറയണം. യേശുപ്പന്റെ സന്നിധി നമ്മളെ ഹല്ലേലൂയ കിട്ടിയ അനുഭവത്തിന് നന്ദി പറയണം. അത് മറക്കരുത്. ഹല്ലേലൂയ നാം ആരോടൊക്കെ പ്രാർത്ഥിപ്പാൻ പറഞ്ഞിരിക്കുന്നോ അവരുടെ സന്നിധി ചെന്ന് പറയണം. അവരോട് പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, എനിക്ക് ഈ വിഷയത്തിന് മറുപടി കിട്ടി, താങ്ക് യു പറയണം. പ്രിയ മക്കളെ, പലപ്പോഴും ഇന്ന് അവരെ ഹല്ലേലൂയ എല്ലാവരും അത് മറന്നു പോകുക. മറുപടി കിട്ടിയിട്ട് പിന്നെ ഹല്ലേലൂയ പുറത്തു വരുന്നത് പിന്നെയും എന്തെങ്കിലും ഒരു അനുഭവം, ഒരു ഹല്ലേലൂയ കുറവിന്റെ അനുഭവം വരുമ്പോഴായിരിക്കും പിന്നെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ നോക്കൂ, ഹല്ലേലൂയ അവൾ ചെന്ന് യേശുപ്പന്റെ സന്നിധി ഹല്ലേലൂയ എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്നിട്ട് പറയാ, നോക്കൂ ഹല്ലേലൂയ നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു. ഹല്ലേലൂയ ഒരു ശേഷിപ്പുണ്ട് പ്രിയ മക്കളെ. ഹല്ലേലൂയ നമ്മുടെ അപ്പച്ചൻ നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തന. ഹല്ലേലൂയ പത്രോസിനെ അനുഗ്രഹിച്ച ദൈവം, ഹല്ലേലൂയ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പോൾ അവിടുത്തെ ശൂന്യത മാറ്റിക്കൊടുത്ത കർത്താപ്പച്ചൻ ഈ വിധവയുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുക്കും. അനുഗ്രഹിക്കുന്ന അപ്പനാ നമ്മുടെ അപ്പൻ. നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ ശക്തനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ ഇന്ന് അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ എത്ര പേരാണ് ഒരുക്കത്തോടെ ആയിത്തീരുന്നത്. ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ മക്കളെ, അപ്പന്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവിക വിടുതൽ അനുഭവിക്കും. ഇന്ന് ഹല്ലേലൂയ കിട്ടുന്ന അനുഭവങ്ങൾ മതിയെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരാ. എനിക്കിതൊക്കെ മതിയെന്ന് പറഞ്ഞ് ഇരിക്കുവാനല്ല യേശുപ്പൻ ആഗ്രഹിക്കുന്ന എന്താ, നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിന്റെ സന്നിധി ചെന്ന് വേളയിൽ ഇനിയും വേണം അപ്പ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു നിൽക്കുവാന്, മറ്റുള്ളവർക്ക് ഈ അനുഗ്രഹം പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പ്രിയ മക്കളെ, ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇനി മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ കണ്ണോടിച്ചു നോക്കാം. 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിന്റെ 13-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നോഗയെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 6-ാം അധ്യായം 13-ാം വാക്യത്തില് ദൈവം ഹല്ലേലൂയ ദൈവം നോഗയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. ഹല്ലേലൂയ എന്നിട്ടാണ് ഹല്ലേലൂയ പറയുന്നുണ്ട് 22-ാം വാക്യത്തിൽ നോക്കുമ്പോൾ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഗ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഹല്ലേലൂയ നമുക്കറിയാം നോഗയോട് എന്താണ് പറഞ്ഞത്. ഹല്ലേലൂയ ഒരു പെട്ടകം ഉണ്ടാക്കുവാനാണ് പറഞ്ഞത്. അതിന്റെ ഉയരവും വീതിയും നീളവും എല്ലാം പറഞ്ഞു കൊടുത്തു. ഏത് മരം കൊണ്ട് ഉണ്ടാക്കണമെന്നും പറഞ്ഞു കൊടുത്തു. നമുക്കറിയാം ഹല്ലേലൂയ ആ രാജ്യത്തെല്ലാം ഹല്ലേലൂയ അനേകം നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും കൊള്ളാകുന്ന മരങ്ങളൊക്കെ ഹല്ലേലൂയ നന്നായിട്ട് വളരുന്ന ഹർഷമാണ്. പക്ഷെ ഇവിടെ പറയാ കോബർ മരം കൊണ്ട് തന്നെ ഹല്ലേലൂയ അതിന്റെ നീളവും വീതി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇത്രയും സൈസ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഇതേപോലെ നീ പെട്ടകം ഉണ്ടാക്കണം. ഹല്ലേലൂയ പ്രിയ മക്കളെ, നോഗ പറഞ്ഞതനുസരിക്കുക. ഹല്ലേലൂയ പെട്ടകം ഉണ്ടാക്കുവാൻ അവൻ തയ്യാറായി. പക്ഷെ ആ പെട്ടകം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഹല്ലേലൂയ നോഗ തന്റെ വചനങ്ങളും യേശുപ്പൻ പറഞ്ഞത് ഹല്ലേലൂയ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു, നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറണം, മഴ വരാൻ പോകുന്നു ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വാക്ക് കേട്ടവർ എത്ര പേരാണ്? ഹല്ലേലൂയ വാക്ക് കേട്ടതുപോലെ ഹല്ലേലൂയ അനുസരിച്ചവർക്കാണ് അവിടെ വിടുതൽ കാണുവാൻ ഇടയായി തീർന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ യേശുപ്പൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും അവൻ ചെയ്തു. ഹല്ലേലൂയ യേശുപ്പൻ പറയുന്നത് അനുസരിക്കുവാണെങ്കിൽ ഹല്ലേലൂയ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായി. 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം യഹോവ നോഗ
നോഗയോടെ കൽപ്പിച്ചതെന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഒരു നീതിമാനായ നോഗയെ അവിടെ കാണുവാൻ ഇടയായി തീർന്നു. അനേക ജനങ്ങൾ അവിടെയുണ്ട്. ഹല്ലേലൂയ. പശുവത്വം ഹല്ലേലൂയ നടത്തിക്കൊണ്ടിരിക്കുക. അവരൊന്നും ദൈവത്തിന്റെ വചനം കേൾക്കുകയോ നോഗ പറയുന്ന യാതൊന്നും അനുസരിക്കുകയോ ഒന്നും കേൾക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു നീതിമാനെ കാണുവാൻ ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ. പറയുകയാണ്, നീയും നിന്റെ ഈ കുടുംബവും ഈ പെട്ടകത്തിനുള്ളിൽ കയറുക. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ അതിനകത്ത് 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമി 40 രാവും 40 പകലും മഴ പെയ്ക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, 40 രാവും 40 പകലും മഴ പെയ്ക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ പറയുന്നത് അതേപോലെ ചെയ്ത നോഗയും കുടുംബവും ഹല്ലേലൂയ 40 രാവും 40 പകലും മഴ പെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹല്ലേലൂയ 40 രാവും 40 പകലും മഴ പെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് 18-ാം വാക്യം മുതൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി, പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി, ആകാശത്തിന് കീഴെയുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെ മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജഡം ഹല്ലേലൂയ ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസം ഉള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യരും മൃഗങ്ങളും ഉണ്ടാക്കി ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഗയും അവനോടുകൂടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പക്ഷേ നോഗയും തന്റെ കുടുംബവും ഹല്ലേലൂയ ഈ പെട്ടകത്തിൽ കയറിയിട്ടുള്ളതൊന്നും ഹല്ലേലൂയ ചാകുവാനിടയായി തീർന്നില്ല. മറ്റുള്ളതെല്ലാം ചത്തുപോയതായിട്ട് നാം വായിച്ചു കേട്ടല്ലോ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പെട്ടകം ഹല്ലേലൂയ പ്രാർത്ഥനയാകുന്ന ആ പെട്ടകത്തിൽ നമ്മൾ കയറിയാൽ നമ്മെ നശിപ്പിക്കാത്ത നല്ലൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞത് കേട്ടനുസരിക്കുന്ന നല്ലൊരു നോഗ. ഹല്ലേലൂയ. നോക്കൂ, ഒന്ന് നോഗയും പലരോടും പറഞ്ഞു, ഈ പെട്ട മഴ പെയ്യാൻ പോകുക, പെട്ടകത്തിൽ കയറണം. ഹല്ലേലൂയ. പക്ഷേ അന്നുള്ള ജനങ്ങളൊന്നും കേട്ടില്ല. നാളുകളായിട്ട് ഇന്നും ഹല്ലേലൂയ ദൈവവചനം കേട്ടിട്ട് ഹല്ലേലൂയ ഇതുവരെ മാനസാന്തര അനുഭവം വരാത്ത ജീവിതങ്ങൾ ഇന്ന് വചനം കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ മാനസാന്തര അനുഭവം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയ മക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് താഴോട്ടുള്ള വാക്യം 8-ന്റെ 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. ഹല്ലേലൂയ. അതിനു മുമ്പായിട്ട് പറയുന്നുണ്ട്, ദൈവം നോഗയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഹല്ലേലൂയ. നമ്മെ ഓർക്കുന്ന ഒരു നല്ലൊരു ദിവസം. ഹല്ലേലൂയ. നല്ലൊരു അപ്പൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഓർക്കുന്ന നല്ലൊരു അപ്പൻ. ഹല്ലേലൂയ. നമ്മളെ നാളുകളായിട്ട് മറന്നു കളഞ്ഞ ജീവിതങ്ങളാ നമ്മളെ ഹല്ലേലൂയ പലതും നമുക്ക് ഹല്ലേലൂയ പലരും ചെയ്തിട്ടുണ്ടായിരിക്കാം. പല കുത്തുവാക്കുകൾ നമ്മളെ പറഞ്ഞു കാണുമായിരിക്കാം. നമ്മൾ വിഷമിച്ചിരുന്ന് കാണുമായിരിക്കാം. പക്ഷെ നമ്മളെ ഓർക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്ന ഹല്ലേലൂയ നമ്മൾ പറയുന്നത്, കർത്താപ്പച്ച പറയുന്നത് അതേപോലെ കേട്ടനുസരിക്കുകയാണെങ്കിൽ അവിടെ ദൈവിക വിടുതല. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, നോഗ ഹല്ലേലൂയ ഹല്ലേലൂയ പെട്ടകത്തിൽ കയറി. ഹല്ലേലൂയ ജീവജാലങ്ങളെല്ലാം കയറിയത് ഹല്ലേലൂയ അതിനൊക്കെ ജീവൻ കിട്ടുവാൻ ഇടയായി തീർന്നു. യേശുപ്പൻ ഓർക്കുന്ന ഒരു ദിനമുണ്ട്. പ്രിയ മക്കളെ, നമ്മെ ആരൊക്കെ മറന്നു കളഞ്ഞാലും, നമ്മൾ ഹല്ലേലൂയ പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്ത നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശുപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. നോക്കൂ, ഒരു ഉറപ്പ്. ഹല്ലേലൂയ. അരാരാത്ത് പർവ്വതം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മുങ്ങിപ്പോയി. ഹല്ലേലൂയ. താണുപോയി. ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭാരത്തോടിരിക്കുന്ന ജീവിതമേ നമുക്ക് വേണ്ടി ഒരു അരാരാത്ത് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ മതിൽക്കെട്ടിൽ ഹല്ലേലൂയ അപ്പൻ നമ്മെ ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. ആ പെട്ടകത്തിൽ പ്രാർത്ഥനയാകുന്ന പെട്ടകത്തിൽ നമ്മള് ഉറപ്പോട് നിന്നെങ്കിൽ, വിശ്വസ്തയോട് നിന്നെങ്കിൽ നമ്മെ കൈവിടാത്ത നല്ലൊരു പിതാവ്
പിതാവ് നമ്മെ ഓർക്കുന്ന ഒരു ദിനമുണ്ട്. പലപ്പോഴും മനുഷ്യരൊക്കെ നമ്മെ മറന്നു കളയാം. നമ്മൾ അതൊന്നും ഭാരപ്പെടേണ്ട പ്രിയ മക്കളെ. നമ്മെ ഓർക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, അനുഗ്രഹിക്കുന്ന അപ്പച്ചൻ, ഓർക്കുന്ന അപ്പൻ നമ്മെ കൈവിടാതെ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്നത്തെ ഈ വചനം ഹല്ലേലൂയ, അനുഗ്രഹിക്കുന്ന അപ്പൻ ഹല്ലേലൂയ, അനുസരിച്ചാൽ, കർത്താപ്പച്ചന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ, വല ഇറക്കിയപ്പോൾ അവിടെ പെരുത്ത മീൻകൂട്ടം കിട്ടിയെങ്കിൽ ഹല്ലേലൂയ, ശുശ്രൂഷക്കാർ ഹല്ലേലൂയ പറഞ്ഞത് കേട്ട് ഹല്ലേലൂയ, 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 ആ കുടത്തെ മുഴുവനും വെള്ളം നിറച്ചുവെങ്കിൽ ഹല്ലേലൂയ, ആ ശൂന്യത മാറ്റിയെങ്കിൽ ഹല്ലേലൂയ, വിധവയുടെ ശൂന്യത മാറ്റിക്കൊടുത്തുവെങ്കിൽ, നമ്മുടെ ഈ ശൂന്യതകളെ നമ്മെ മാറ്റിത്തരുന്ന നമ്മുടെ അപ്പൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയ മക്കളെ. ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം പ്രിയ മക്കളെ. ഞാൻ എന്റെ ഹല്ലേലൂയ ഒരു സാക്ഷ്യം കൂടി ഹല്ലേലൂയ അല്പസമയം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ഇപ്പോൾ മുംബൈയിലാണ് താമസിക്കുന്നത്. ഹല്ലേലൂയ. ഏകദേശം 1993 ഞാൻ ഈ മുംബൈയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ഞാൻ എല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ദൈവസന്നിധി കടന്നു വരുവാൻ എങ്ങനെയാണ് ഹല്ലേലൂയ കാരണമായി തീർന്ന് കുടുംബമായിട്ട് കർത്താവിന്റെ സന്നിധി കടന്നു വരുവാൻ, അതായത് കാരണമായി തീർന്നത് എങ്ങനെയാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഹല്ലേലൂയ നാട്ടിൽ ഞങ്ങൾ മർത്തോമ കുടുംബത്തിലാണ്. ഞങ്ങൾ ഹല്ലേലൂയ വിവാഹം കഴിഞ്ഞതെല്ലാം മർത്തോമ കുടുംബത്തിലാണ്. പ്രിയ മക്കളെ ഹല്ലേലൂയ, എന്റെ വിവാഹം കഴിഞ്ഞത് 97 ഹല്ലേലൂയ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഹല്ലേലൂയ 99 ഞങ്ങൾക്ക് മകളുണ്ടായി. 2003 ഹല്ലേലൂയ മകനുണ്ടായി. ഹല്ലേലൂയ 16ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. രാവിലെ കാലം തന്നെ ഞാനും എന്റെ ഹസ്ബൻഡും രണ്ടുപേരും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ രാവിലെ തന്നെ ജോലിക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഞാൻ ഉടൻ തന്നെ അതായത് എന്റെ ജോലി സ്ഥലത്ത് എന്റെ സേട്ടിനോട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ട്, എന്റെ ഹസ്ബൻഡിനെ ഹല്ലേലൂയ പറഞ്ഞു വിടണം, വീട്ടിലേക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്റെ സേട്ട് കുമാർ സാർ എന്ന് പറയും. കുമാർ സാർ ഹല്ലേലൂയ ഉടൻ തന്നെ ഹല്ലേലൂയ അവിടുന്ന് കാറും ഡ്രൈവറുമായിട്ടും എന്റെ ഹല്ലേലൂയ ഹസ്ബൻഡും അവിടെ നിന്ന് ഒരു ബ്ലഡി എന്ന് പറയുന്ന ഒരു മാഡത്തിനെയും കൂടി ഹല്ലേലൂയ എന്റെ ഭവനത്തിലേക്ക് വിട്ടു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. അതായത് മോനുണ്ടായി. ഹല്ലേലൂയ 16ാമത്തെ ദിവസം ഉണ്ടാകുന്ന സംഭവമാണ്. 2003 ഉണ്ടാകുന്ന സംഭവമാണിത്. അതായത് ഹല്ലേലൂയ എന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞത് ഹല്ലേലൂയ ഞാനിപ്പോൾ വസായിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നും ഹല്ലേലൂയ ഗാഡ്കൂപ്പർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ നേരത്തെ ബാണ്ടൂപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് ഗാഡ്കൂപ്പർ എന്ന സ്ഥലത്താണ്. അവിടേക്ക് ഞങ്ങളുടെ ഈ വസായിൽ നിന്നും ഗാഡ്കൂപ്പറിലേക്ക് പോകുന്നതിന് ഏകദേശം 2 മണിക്കൂറിന്റെ യാത്രയുണ്ട് പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങളെ വസായിൽ തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. അവിടെ ഹല്ലേലൂയ കൊണ്ടുപോയി രാവിലെ പോയി ഹല്ലേലൂയ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഹല്ലേലൂയ ഒരു വൈകുന്നേര സമയമായപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നു. കൊച്ചു കുഞ്ഞല്ലേ, 16 ദിവസമായതേ ഉള്ളൂ. അമ്മച്ചി മാത്രമേ ഉള്ളൂ. നാട്ടിൽ നിന്ന് കടന്നു വന്ന മാതാവാണ്. പിന്നെ കുഞ്ഞ് ഹല്ലേലൂയ 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. മോള് മാത്രമേ ഭവനത്തിലുള്ളൂ. ഹല്ലേലൂയ എന്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് കടന്നു വന്നതായോണ്ട് ഭാഷ ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ കടന്നു. 7 മണി കഴിഞ്ഞ് വന്ന് ഹല്ലേലൂയ കഞ്ഞിയൊക്കെ കുടിച്ച് കിടന്നു. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും കുഞ്ഞിന് പാല് കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് കുടത്തിൽ നിന്ന് നമ്മൾ വെള്ളം എങ്ങനെ ഒഴിക്കുന്നോ അതേപോലെ എന്റെ ബ്ലഡ് പോകുവാൻ ഇടയായി തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടൻ തന്നെ ഞാൻ എന്റെ ഹല്ലേലൂയ ഹസ്ബൻഡിനെ വിളിച്ചു, അമ്മയെ വിളിച്ചു. ഹല്ലേലൂയ ഹസ്ബൻഡ് അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം പേടിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഹല്ലേലൂയ അന്ന് തന്നെ ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നതായ സതീഷ് എന്ന് പറയുന്നതായ ഒരു എഞ്ചിനീയർ ഞങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ ചെന്ന് ഹല്ലേലൂയ ഉടൻ തന്നെ ആ സതീഷിനെയും വിളിച്ചുകൊണ്ട് വന്ന് ഉടൻ തന്നെ ഹല്ലേലൂയ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, ജൂലൈ മാസം നല്ല മഴയുള്ള സമയമാണ്. പക്ഷെ ഈ ഹല്ലേലൂയ ഉടൻ തന്നെ അന്നേരത്തേക്ക് ഒരു 1 മണി 1:30 ആവുന്നുണ്ടായിരുന്നു സംഭവം നടന്നപ്പോഴേ. ഉടൻ തന്നെ കൊണ്ടുപോയപ്പോൾ വീടിന്റെ താഴെ തന്നെ ഒരു റിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ആ റിക്ഷക്കാരനെയൊക്കെ വിളിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ഹല്ലേലൂയ അവിടെയുള്ള നേഴ്സ് ഞങ്ങളെ അകത്ത് കയറ്റത്തില്ല. എന്റെ ഈ ബ്ലഡൊക്കെ കണ്ടപ്പോൾ അവർ വളരെയധികം പേടിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ
തന്നെ പറഞ്ഞു എന്നെ ഹല്ലേലൂയ രാവിലെ ഞാൻ ഇവിടെ വന്ന് രാത്രി ഞാൻ ഡിസ്ചാർജ് വാങ്ങി വൈകുന്നേരം പോയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരകത്ത് ഹല്ലേലൂയ വിളിച്ചുകൊണ്ട് ചെന്നു. അതായത് അവിടുത്തെ ഡോക്ടർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഉടൻ തന്നെ ഡോക്ടറിന് രണ്ടുപേരെയും വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ കണ്ട് വളരെയധികം അവർ പേടിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹല്ലേലൂയ അവർ പിന്നീട് അവരാൽ ആവുന്നതൊക്കെ നോക്കി അവർ പറഞ്ഞു നീ നിങ്ങളെ അറിയിപ്പിക്കേണ്ടവരെയൊക്കെ അറിയിപ്പിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ ലാസ്റ്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹല്ലേലൂയ ഭാരത്തോടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് ഹല്ലേലൂയ പലരും ഞാനും എന്റെ മോളും ഹല്ലേലൂയ ഇവിടെ വസായിലുള്ളതായ IPC ചർച്ചിലേക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് വരത്തില്ലായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴും അച്ഛൻ പറയുമായിരുന്നു ഞാൻ എന്തെങ്കിലും ഹല്ലേലൂയ വന്നുകൊള്ളാം നിങ്ങൾ പോയിക്കൊള്ളാം ഒരു ഹല്ലേലൂയ ഒന്നും അല്ലാതെ ഒന്നും പറയത്തില്ലായിരുന്നു. ഞാനും മോളും അങ്ങനെ ഹല്ലേലൂയ IPC ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്നേരത്തേക്ക് ചർച്ചിൽ രാത്രി സമയമാണെങ്കിലും ഞങ്ങൾ കമ്പനിയിലുള്ളവരോട് സേട്ടിനോടൊക്കെ വിവരമൊക്കെ അച്ഛൻ പറയും. കുറേയേറെ പേര് ഹല്ലേലൂയ ഹോസ്പിറ്റലിലൊക്കെ കടന്നു വന്നു. ആ രാത്രി സമയമായപ്പോൾ ഇവിടെ ഒക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പറഞ്ഞു ബോംബെയിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ ബോംബെയിലുള്ള ലീലാവതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഹല്ലേലൂയ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ തീരുമാനമായി. അങ്ങനെ ആംബുലൻസിൽ ഹല്ലേലൂയ പെട്ടെന്ന് ഞാൻ പറയുകയാണ് നമ്മുടെ സമയം അതിനൊക്കെ ഉള്ളൂ. ആംബുലൻസിൽ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. പക്ഷേ എന്റെ മനസ്സിൽ ഹല്ലേലൂയ എനിക്ക് നല്ല ബോധമുണ്ട് പ്രിയ മക്കളെ. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നേ. ആംബുലൻസിൽ ഹല്ലേലൂയ ഈ ഡോക്ടർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരുമുണ്ട്, എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഹല്ലേലൂയ ഇങ്ങനെ പോകുമ്പോഴൊക്കെ എനിക്ക് നല്ല ഓർമ്മയാ പോകുന്നു. ഇവിടുന്ന് ഹല്ലേലൂയ അതായത് ബോംബെ ലീലാവതി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴും 1-2 മണിക്കൂറിന്റെ യാത്രയാണ് ഇവിടെ ഉള്ളത്. നല്ല മഴയുടെ ടൈമുമാണ്. പക്ഷെ എനിക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴും നല്ല ഓർമ്മയാണ്. ഹല്ലേലൂയ അന്നെന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന പാട്ട് ലോകം പാവം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ പാട്ടാണ് എന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ ഞാനിങ്ങനെ മനസ്സിലൂടെ പാടിക്കൊണ്ട് പോകുമ്പോഴും ഹല്ലേലൂയ നിങ്ങൾക്കറിയാമോ ലീലാവതി ഹോസ്പിറ്റലിൽ ആദ്യമേ ഒരു ഹല്ലേലൂയ അഡ്മിറ്റ് ആക്കണമെങ്കിൽ മുമ്പേ തന്നെ നമ്മൾ പൈസ അവിടെ ഹല്ലേലൂയ ഡിപ്പോസിറ്റ് ചെയ്യണം. അന്ന് എന്റെ ഹല്ലേലൂയ സേട്ട് ഹല്ലേലൂയ ഞങ്ങളുടെ കമ്പനിയിലെ സേട്ട് പാർട്ണർഷിപ്പ് ആയിരുന്നു. 3 സേട്ടുമാരുണ്ട്. ബാബു ജോസഫ്, മുത്തുസ്വാമി, കുമാർ സർ, ഇങ്ങനെ 3 പേരാണുള്ളത്. അതിൽ മുത്തുസ്വാമി സാർ ഹല്ലേലൂയ 50,000 റുപ്പീസുമായിട്ട് ഹല്ലേലൂയ ഏകദേശം 4 മണിയൊക്കെ ആവുന്നു ചെന്നപ്പോഴത്തേക്കും അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നോക്കി നിൽക്കുകയാണ്. പ്രിയ മക്കളെ നമ്മെ കാണുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ അപ്പൻ ആർക്കും കടക്കാറില്ല. കർത്താപ്പച്ചൻ അവിടെയും കരുതി. ഹല്ലേലൂയ ഈ മുത്തുസാർ പൈസയൊക്കെ ഹല്ലേലൂയ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ എന്നെ അവിടെ ചെന്ന് എനിക്ക് അങ്ങനെ എങ്ങനെയോ അഡ്മിഷനൊക്കെ കിട്ടി. ഹല്ലേലൂയ വളരെയധികം യേശുപ്പൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അപ്പൻ വേണ്ടുന്നതെല്ലാം കരുതുന്ന അപ്പനാ. ഹല്ലേലൂയ അവിടെ ചെന്നു. ഹല്ലേലൂയ ഏകദേശം പിന്നെ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതായത് 19ഓളം ഡോക്ടർ എന്നെ വന്ന് നോക്കി. ഹല്ലേലൂയ അവര് ബ്ലഡ് തരുന്നുണ്ട്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ശരീരം ആകെ ഹല്ലേലൂയ കുത്തി നോവിച്ച് എനിക്ക് നല്ല ബോധമാ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ എനിക്ക് നല്ല ബോധത്തോടെ ഇരിക്കുന്നു. അവര് ബ്ലഡ് തരുന്നു, ബ്ലഡ് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. യാതൊരു വിധത്തിലും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡും ചത്ത ശവം പോലെയാണ് ആയിരിക്കുന്നത്. പക്ഷേ ഒരു 12 മണി ഉച്ച 12 മണി ആയപ്പോൾ ഹല്ലേലൂയ ഡോക്ടർ ഹല്ലേലൂയ ഞങ്ങളുടെ എന്റെ കയ്യിൽ നിന്നും എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും സൈൻ വാങ്ങി ഹല്ലേലൂയ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോകാൻ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിപ്പിന്ന് പറഞ്ഞു. ഹല്ലേലൂയ അതും നോക്കണേ പ്രിയ മക്കളെ. വിലാസ് ദാനു എന്ന് പറയുന്ന ഡോക്ടർ ഹല്ലേലൂയ അതുവരെ ഹല്ലേലൂയ യൂറോപ്യൻ കൺട്രീസിൽ പോയിരുന്നതാണ്. അന്നാണ് അവിടെ പിന്നെ ഹല്ലേലൂയ കുറെ അവധി എടുത്തതിന് ശേഷം അന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അന്നാണ് ഹല്ലേലൂയ എന്റെ ഈ കേസും ചെല്ലുന്നത്. പക്ഷെ ആ വിലാസ് ദാനു ഡോക്ടറാണ് എന്നെ ഹല്ലേലൂയ ആ ഡോക്ടറോട് കൂടെ യേശുപ്പന്റെ കരം കൂടെ ഇരുന്നു. ദൈവം എന്നെ വിടുവിച്ചു. പ്രിയ മക്കളെ 67 ബോട്ടിൽ ബ്ലഡ് എനിക്ക് തന്നു. എന്റെ ബ്ലഡ് തരികയും ബ്ലഡ് പോവുകയും ചെയ്യുന്നു. അവസാനം ഇവർ 12 മണിയായപ്പോൾ എന്റെ ഹല്ലേലൂയ കയ്യിൽ നിന്ന് ഹല്ലേലൂയ ഇവര് ഹല്ലേലൂയ സൈനൊക്കെ വാങ്ങിയിട്ട് എന്റെ യൂട്രസ് റിമൂവ് ചെയ്തു. ഹല്ലേലൂയ ഏകദേശം 30 വയസ്സായപ്പോൾ എന്റെ യൂട്രസ് റിമൂവ് ചെയ്തു. പ്രിയ മക്കളെ ഹല്ലേലൂയ 30ാമത്തെ വയസ്സിൽ യൂട്രസ് റിമൂവ് ചെയ്ത് എന്റെ ദൈവം എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഹല്ലേലൂയ എന്റെ ഓഫീസിലൊന്നും അന്ന് ഫോൺ കോൾ ഒന്നും എടുക്കുന്നില്ല. ബിനി മരിച്ചുപോയി എന്ന് പറഞ്ഞ ഹല്ലേലൂയ എല്ലാവരും ഇരിക്കുക, നാട്ടിലുള്ളവരും എല്ലാവരും ഹല്ലേലൂയ അന്ന് എനിക്ക് പറയുന്നത് കേൾക്കാൻ ഇടയായി തീർന്നു. കേട്ടവർ മുട്ടുമടക്കിയെന്ന്. ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ജീവിതങ്ങള് പലയിടങ്ങളിലുണ്ടായിരുന്നു. പ്രിയ മക്കളെ അതിന്റെ ഫലമായിട്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇന്നിടയായി തീർന്നു. ഹല്ലേലൂയ ഏകദേശം 67 ബോട്ടിൽ ബ്ലഡ് എനിക്ക് തന്ന് എന്റെ ദൈവം എന്നെ ജീവൻ തന്നെ എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ അന്ന് നോക്കണേ
നോക്കണമേ. അന്നത്തെ ആദ്യത്തെ ദിവസം 2 lakh സംതിങ് ഹല്ലേലൂയ ആദ്യത്തെ ദിവസത്തെ ബില്ല് വന്നു. 4 ദിവസത്തോളം ഞാൻ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ICUയിൽ കിടന്നു. ഒരാഴ്ചയോളം ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്നു. ഏകദേശം നോക്കൂ, 16 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും എന്റെ അമ്മയും 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും ഹല്ലേലൂയ ഭവനത്തിലാക്കിയിട്ടാണ് ഞാനും അച്ചാച്ചനും ഹോസ്പിറ്റലിലായിരിക്കുന്നത്. പ്രിയ മക്കളെ, അന്ന് ഹല്ലേലൂയ എന്റെ കുഞ്ഞിനെയും അമ്മയൊക്കെ നോക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഹല്ലേലൂയ ഞാൻ IPC ചർച്ചിൽ പോകുന്നതായോണ്ട് അന്ന് ഹല്ലേലൂയ വില്യം പാസ്റ്റർ IPC ഹല്ലേലൂയ ഞങ്ങളുടെ വസായിൽ ഹല്ലേലൂയ ഉണ്ടായിരുന്ന വില്യം പാസ്റ്ററാണ് അമ്മയ്ക്ക് ഹല്ലേലൂയ കുഞ്ഞിനും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുവാനൊക്കെ അവിടുന്ന് ഉപയോഗിച്ചു. അപ്പൻ ആർക്കും കടക്കാരനില്ല, വേണ്ടുന്നതെല്ലാം തരുവാൻ നമ്മുടെ അപ്പ ശക്തനാണ്. ഹല്ലേലൂയ അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന അപ്പന. ഹല്ലേലൂയ കർത്താപ്പച്ചന്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ഞാനിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ പ്രിയ മക്കളെ എന്റെ 2 മോതിരം ഉണ്ടായിരുന്നു കയ്യിൽ. ഹല്ലേലൂയ 4 വള കമ്മലും മാലയൊക്കെ ഇട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. പക്ഷെ അതെല്ലാം കട്ട് ചെയ്തു. ഹല്ലേലൂയ മോതിരം ഊരാൻ പറ്റുന്നില്ലായിരുന്നു, വള ഊരാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ മാലയും കമ്മലും ഒക്കെ ഊരി കൊടുത്തു. മറ്റുള്ളതെല്ലാം കട്ട് ചെയ്ത് എന്റെ ഹസ്ബൻഡിന്റെ കൈ കൊടുത്തു. പിന്നീട് ഞാൻ അത് ഇതുവരെ ഇട്ടിട്ടില്ല. ഹല്ലേലൂയ പിന്നീട് അദ്ദേഹം സൗഖ്യമൊക്കെ പ്രാപിച്ച് ജോലിക്ക് ചെല്ലുമ്പോൾ എന്റെ സേട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ചത്ത ശവം പോലെ വന്നിരിക്കാൻ പറ്റില്ല, നീ ഹല്ലേലൂയ ഇതെല്ലാം ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് വരണം. പക്ഷെ ഞാൻ സേട്ടിനോട് പറഞ്ഞു, സാർ ഞാൻ ജോലി ചെയ്തു തരുന്നുണ്ടല്ലോ, ഞാൻ ഇതിൽ ഒരിക്കലും ഇടുകയില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, അന്ന് ഞാൻ ഇതെല്ലാം ഒഴിവാക്കി. ഹല്ലേലൂയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ദൈവം എന്നെ അനുഗ്രഹത്തോടെ തന്നെ നയിക്കുന്നുണ്ട്. ഇന്ന് എന്റെ കുഞ്ഞിന് ഹല്ലേലൂയ 20 വയസ്സ് കഴിഞ്ഞു. പ്രിയ മക്കളെ, ഹല്ലേലൂയ ദൈവം എത്ര നല്ലവനാണ്. നമ്മൾ ഹല്ലേലൂയ കർത്താവിന്റെ വാക്ക് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മെ അനുഗ്രഹിക്കുന്ന നല്ലൊരു പിതാവ് കൂടെയുണ്ട്. ഹല്ലേലൂയ അന്ന് മുതൽ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഇന്ന് കുടുംബമായിട്ട് ദൈവസന്നിധി ഞങ്ങൾ ആയിരിക്കുന്നു. പ്രിയ മക്കളെ, എന്റെ ഹല്ലേലൂയ ഞാൻ എന്റെ വിവാഹത്തിന് മുന്നേ സ്നാനപ്പെട്ടതായിരുന്നു. പക്ഷേ ഹല്ലേലൂയ മർത്തോമയിലാണ് എന്റെ വിവാഹമൊക്കെ നടന്നെങ്കിലും കർത്താവ് എന്നെ കുറിച്ച് ഒന്ന് ഉദ്ദേശിച്ചിരുന്നു. ഹല്ലേലൂയ മരണത്തിന്റെ അവസ്ഥ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ഭവനം വീണ്ടെടുക്കുവാൻ പറ്റത്തുള്ളൂ എന്ന് എന്റെ അപ്പൻ നിശ്ചയിച്ചു. ഹല്ലേലൂയ അതുകൊണ്ട് മരണത്തിന്റെ അവസ്ഥ കടന്നു വന്നു. ആ 2004 ഓഗസ്റ്റ് 15 എന്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ വസായി IPC സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. അത് കഴിഞ്ഞ് എന്റെ മോനും ഹല്ലേലൂയ ഈ വസായി IPCയിൽ ഹല്ലേലൂയ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. പ്രിയ മക്കളെ, കുടുംബമായിട്ട് ഹല്ലേലൂയ ഇന്ന് IPC ചർച്ചിനോട് ചേർന്ന് ഞങ്ങൾക്ക് ആരാധിച്ചു മുന്നേറുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ദൈവം ആർക്കും കടക്കാറില്ല, അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന അപ്പനാണ്. ഹല്ലേലൂയ എന്റെ അപ്പനോട് ഹല്ലേലൂയ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ടായിരുന്നു. കർത്താവേ, എന്റെ അപ്പന് വേണ്ടി ജീവിക്കണം, എന്റെ അപ്പൻ എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തതാണ്, എന്റെ അപ്പന് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് ഫലമായിട്ട് ഹല്ലേലൂയ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ യൂട്യൂബിലൂടെ ഹല്ലേലൂയ ഡെയിലി മന്ന എന്ന ഹല്ലേലൂയ യൂട്യൂബ് ചാനലിൽ 10 മിനിറ്റിന്റെ ദിവസം ഒരു ഹല്ലേലൂയ മെസ്സേജ് കൊടുക്കുവാൻ ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ഹല്ലേലൂയ എന്റെ അപ്പൻ എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തെങ്കിൽ അപ്പന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഹല്ലേലൂയ ഡെയിലി മന്നയിലൂടെ അനേക ജീവിതങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. പ്രിയ മക്കളെ, ദൈവത്തിന്റെ സന്നിധി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് നമുക്ക് വലിയവ ചെയ്യും. അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന അപ്പന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഇന്ന് വചനം കേട്ട ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. അനുസരിച്ചാൽ അനുഗ്രഹിക്കുന്ന അപ്പനെ കുറിച്ച് കേൾക്കുവാൻ എല്ലാവരും ഇടയാക്കണം. കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി അവസരം ഒരുക്കി തന്ന SOS മീഡിയയിലായിരിക്കുന്ന ഓരോ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you all. Amen. 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 Thank you. Thank you.